ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തന്നെ ഒരു സജഷനാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതവസ്ഥയിലാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ളൊരവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. കിങ് ഓഫ് കപ്സ്, 9 of wands, Queen of cups, Fool, Ace of Pentacles, Justice, 2 of Pentacles, 5 of Pentacles, 6 of Cups, Page of Wands, 6 of Wands and 7 of Cups. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് കാണാം. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത്രയധികം ഡീപ്പായിരുന്നിരിക്കാം. ഈ ഒരു പേഴ്സണും നേരെ തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഡീപ്പ് സോൾമേറ്റ് കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. രണ്ട് മെച്യൂറായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കണം. അതായത് ഇപ്പോൾ പാർട്ട്ണറിന് ഒരു ബുദ്ധിമുട്ട് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് വിളിച്ചില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞ് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കി, അതായത് പാർട്ട്ണറുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പം അതുപോലെയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് പരസ്പരം എന്താണ് നമ്മളുടെ പാർട്ട്ണറുടെ അവസ്ഥ, അങ്ങനെയൊക്കെ കണ്ടറിഞ്ഞ് പോന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, വെല്ലുവിളികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളെ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ യാതൊരു തകരാറും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ്. എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും നിങ്ങളവരെയും അവർ നിങ്ങളെയും ഈ ഒരു സമയം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ലെവൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ജേണിയിൽ ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ വിട്ടുകളയാനായിട്ട് മനസ്സ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഹോപ്പിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അവിടെ നിന്ന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്, വീണ്ടും ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള രണ്ട് വ്യക്തികളൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പാർട്ട്ണറുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വന്ന തടസ്സം കാര്യമൊക്കെ എന്താണെന്ന് അറിഞ്ഞും ചിലപ്പോൾ ക്ഷമിച്ചുമൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എടുത്തിയാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വിചാരിച്ച കാര്യങ്ങൾ ഉടനെ നടക്കണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെയും അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഈ പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞൊരു എനർജിയിലുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ബാലൻസിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഇല്ല എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു ബാലൻസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ഡീൽ ചെയ്യുന്നുണ്ടാവാം. അതായത് നിങ്ങളെപ്പോലെ തന്നെ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ആയിരിക്കാം. മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് ഒരുപാട് ഒരു പ്രിഫറൻസ് കൊടുത്ത് നിൽക്കേണ്ടെന്നൊരു ആവശ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ്
റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ തടസ്സം എന്ന് പറയുന്നതോ ഈ പറഞ്ഞ കാര്യമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും വിട്ടുകളയണം എന്നുള്ള ഉദ്ദേശം രണ്ടു പേർക്കും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പരസ്പരം ഓർക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, പഴയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റക്നെസ് എന്താണോ അത് മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നിലേക്ക് വരാനായിട്ട് കഴിയും. പക്ഷേ അതിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂമിൽ നിന്ന് പുറത്ത് പോകാനുള്ള കീ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അതെടുത്ത് പുറത്ത് തുറന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്താൽ നടക്കുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ അത് ചെയ്യുന്നുണ്ടാവില്ല. അതിന് റീസൺ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്. ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തിലൊക്കെയോ ഈ ഒരു പേഴ്സൺ ബിസി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി അവർക്ക് ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ജഗ്ലിങ് കൺഫ്യൂഷനൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ഒരു പ്രശ്നമുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിക്ടറിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം, ഇതിനകത്തൊരു വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാവണം എന്നുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ള ആ ഒരു ആശങ്ക, കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സണ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിലല്ല, ലൈഫിൽ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ബുദ്ധിമുട്ട് വന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ആക്ഷൻ എടുക്കണം തീർച്ചയായിട്ടും. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആക്ഷൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം പല കാര്യങ്ങളും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ധൈര്യപൂർവ്വം ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ തന്നെ ബാലൻസ് ചെയ്ത് പോകാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥ തന്നെ ആയിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണക്ഷനൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അതുപോലെ അത്രയും സ്ട്രോങ് ആൻഡ് ഡീപ്പായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആവാനായിട്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇടപെടൽ, മറ്റുള്ളവരായിട്ട് നമ്മളുടെ ബന്ധത്തിൽ കൊണ്ടുവരുന്ന വെല്ലുവിളികൾ, കാരണങ്ങൾ കൊണ്ട് ഒരു ബന്ധത്തിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പിരിയണമെന്ന് ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും വേറെ പലരും കാരണം അവർ പിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ ചിലവർ ഈ പറഞ്ഞതുപോലെ ലീഗൽ പ്രൊസീഡിങ്സിലൂടെ പോകുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്തും ഇത് അവസാനിപ്പിക്കേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ ഒരു പ്രഷർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരിക്കാം. നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസിബിലിറ്റി, ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളാണെന്നുണ്ടെങ്കിലും അവരെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട്. രണ്ടു പേർക്കും ഈ ഒരു എനർജിയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇമോഷൻസിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ആ ഒരു നിരാശ ബാധിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്നറിയില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നല്ല വിഷമത്തിലുമായിരിക്കും. കാരണം നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു ഫാക്ടർ കാരണമാണ് ഇതിനകത്ത് പ്രശ്നം നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്ത് കാണാനായിരിക്കും നിങ്ങളും കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്ത് സംഭവം വന്നപ്പെട്ടിട്ടുണ്ടെങ്കിലും, എന്ത് ചലഞ്ചാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നും കൂടി ഉറപ്പിക്കാം. ഈ ഒരു പേഴ്സൺ ഇതൊക്കെ തന്നെയാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കാനാണ് ഈ ഒരു പേഴ്സൺ ഈ സമയം ഇഷ്ടപ്പെടുന്നതെന്നും കൂടി നോക്കാം.
Okay, Seven of Earth, Queen of Water, High Priestess, Ace of Water, Messenger of Water, Ten of Water, Five of Fire, Page of Water, Six of Earth, World, Two of Fire, King of Water, Hermit, Six of Water. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോഴാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലുള്ള മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പ്രെഡ് എടുക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു കാർഡ്സിൻ്റെ എനർജി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടുന്ന രീതിയിൽ കാർഡ്സ് വന്ന് വീഴുമ്പോഴൊക്കെയാണ് നമ്മൾ ആ ഒരു ടാരോയുടെ ഒരു പവർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് പോലും അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കൂടുതൽ നമുക്ക് ആ ഒരു വാട്ടർ എനർജി ആ ഒരു കപ്സ് എനർജിയാണ് കയറി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ പോലും പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. രണ്ടു പേർക്കും സ്നേഹം ഇപ്പോഴും ഉണ്ട്. റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങൾ രണ്ട് പേരെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ആ ഒരു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി വന്നതാണ്. സെയിം ഇവിടെ നമുക്ക് കിങ് ആൻഡ് ക്യൂൻ എനർജി കയറി വന്നിട്ടുണ്ട്. അതായത് അത്രയും ആ ഒരു പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന ആ ഒരു സോൾമേറ്റ് കണക്ഷൻ വളരെ കാര്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കയറി പിന്നെയും വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് അവിടെ വന്നിട്ടുള്ള വേറെ എനർജിയാണ് ഈ പറഞ്ഞ പോലെ സിക്സ് ഓഫ് വാട്ടർ എനർജി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടാണ് ഈ ഒരു കാർഡ്സ് എടുത്തത് തന്നെ. ഇത് തന്നെയാണോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒന്നുകൂടി നോക്കാം എന്നുള്ളത്. സെയിം നമുക്കത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, സോഡിയക് സൈനിൽ പെട്ടവരായിരിക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ രണ്ട് തവണയും സ്പ്രെഡ് എടുത്തപ്പോഴും ആ ഒരു ഇമോഷൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയൊക്കെ ഇൻവോൾവ് ആവാനായിട്ട് സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫ് ലോങ് കൂടെ വേണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കപ്പ് ഓഫ് ലവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹം മുഴുവൻ അവർ നിങ്ങൾക്കാണ് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും അവർ നിങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വേറെ പല കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഇമോഷൻസ് മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഞാനിവിടെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ നിന്നോടൊപ്പമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് അവിടെ ഒന്നും ഒരു തൃപ്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചില ചാലഞ്ചസ് നമ്മുടെ ലൈഫിലൊക്കെ കടന്നു വരുമ്പോഴൊക്കെ പല പല മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതുപോലെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആത്മവിശ്വാസക്കുറവ്, പേടി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വരുമ്പോഴത്തേക്കും ആഗ്രഹങ്ങൾ ഉള്ളിലിരുന്ന് തിങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ആക്ഷൻ എടുക്കണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവരെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു ലവ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ മൂന്നാമത് നിൽക്കുന്ന ആ ഒരു തേർഡ് ഫാക്ടറിൻ്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കടിപിടി കൂടുന്ന ഒരവസ്ഥ, ഒരാൾക്ക് വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്നുള്ള ആ ഒരു ഫൈറ്റ്, ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അതിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ളൊരു അവസ്ഥയും ഏകദേശം ഈ ഒരു പേഴ്സൺ അറിയാം. നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികളാണ് രണ്ടുപേര്. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
രണ്ടുപേരും അവനവൻ്റെ സിറ്റുവേഷനും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ അവസ്ഥകളും പറഞ്ഞ് മനസ്സിലാക്കിയവരായിരിക്കാം. അങ്ങനെ മുന്നോട്ട് പോയവരായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അറിയാം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് വിഷമിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സാഹചര്യം അവസാനിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വിഷ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റേബിളായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇവിടെ ആ ഒരു ബാലൻസിങ് എനർജി നമുക്ക് കാണാം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലും അതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഫ്യൂച്ചറിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളതിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കണം. ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കണം എന്നുകൂടി അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീപ്പ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ വളരെ നേരത്തെ അറിയുന്ന വ്യക്തികളായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു മിഡിൽ ഏജ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുൻപ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഴം നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ആ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, അവരത് നിയന്ത്രിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മെമ്മറി ഈ ഒരു പേഴ്സൺ പലപ്പോഴായിട്ട് നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആക്ഷൻ എടുക്കാനുള്ള ഒരു വിമുഖത, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഫ്യൂച്ചറിൽ കൊടുത്താണ് ഈ ഒരു വ്യക്തി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഈ ഒരു വിളക്കം പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അതിനുള്ള സമയം ഇപ്പോഴല്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഹെർമിറ്റ് എനർജിയിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. നേരത്തെ നമ്മൾ കഴിഞ്ഞ സ്പ്രെഡിനകത്ത് കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കീ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് കീ തിരഞ്ഞെടുത്ത് വേണം ഇത് തുറന്ന് ഇതിനകത്തേക്ക് വരാനായിട്ട്. ഇപ്പോൾ ഇത് അടച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള ഒരു താമസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറി മറിയും. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനുള്ള ഗട്സ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇമോഷണലി ചില കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ഫിയർ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് മൈൻഡാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളെയും ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഒപ്പം ആരുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഫാക്ചർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ സ്നേഹം അവർക്ക് നിങ്ങളോട് തന്നെയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കറൻ്റ്ലി അതിനുള്ള ഒരു റൈറ്റ് ടൈം അല്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കുള്ള ഒരു ആക്ഷൻ എടുക്കും, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഒരുമിക്കാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനും വെയിറ്റ് ചെയ്യാനുമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം. വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ടൊക്കെ പോകുന്നുണ്ടാവാം. എങ്കിലും നോ കോൺടാക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷൻസ് കാണുമ്പോൾ, അതിൻ്റെ ഒരു വ്യാപ്തി കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത്രയേറെ ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾ ഇവിടെ നമുക്ക് കാണാം. നിങ്ങളോടുള്ള സ്നേഹം കാണാം. നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ല തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എനർജിയിൽ അത്രയേറെ വിഷമിക്കുന്ന മറ്റൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്ന ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഏതോ ഒരു പേഴ്സൻ്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ഈ പറഞ്ഞ തരത്തിലായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത്. കാരണം നമ്മളിവിടെ പറഞ്ഞ പല പല കാര്യങ്ങളും കൂടിയായിട്ട് പൊരുത്തപ്പെട്ട് വരുന്ന കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക.
അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനേക്കാളോ ഒക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പേടിക്കാതെ മുന്നിലേക്ക് വരാനുള്ള ഒരു ധൈര്യം വേണമെന്നുള്ളതാണ്. അവരൊരു സ്ട്രോങ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടത് ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ തന്നെയാണ്. ബോണ്ടിങ് ഇവിടെ ഉണ്ട്, റീകൺസിലിയേഷൻ ആണ് ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.